ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി ഇറക്കിയ ക്രിപ്റ്റോ കോയിനിൽ കൂടിയും കോടികളുടെ ഇടപാട് നടത്തിയിരുന്നു. എന്നാൽ HR കോയിൻ ഒരു വ്യാജ ക്രിപ്റ്റോ ആണെന്ന് ED കണ്ടെത്തിയിരുന്നു. ഈ തട്ടിപ്പിലൂടെ സമാഹരിച്ച കോടികൾ പ്രതാപനും കൂട്ടരും മറ്റ് ക്രിപ്റ്റോകളിലാണ് നിക്ഷേപം നടത്തിയത്. അതായത് ഇല്ലാത്ത ഒരു കോയിൻ കുറേ മണ്ടന്മാർക്ക് വിറ്റ് കാശ് മേടിക്കുന്നു, ആ കാശെല്ലാം വേറെ കോയിനിൽ ഇവർ നിക്ഷേപിക്കുന്നു. പ്രതാപൻ്റെയും കമ്പനിയുടെയും പേരിൽ 11 ക്രിപ്റ്റോ വാലറ്റുകളാണ് ഉള്ളത്. ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ബിനാൻസിലെ 3 അക്കൗണ്ടുകളിൽ ഹൈറിച്ചിൻ്റെ കോടിക്കണക്കിന് രൂപ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഹൈറിച്ച് മണി ചെയിനിൽ ചേർന്ന ആളുകളുടെ പണമാണ്. OTT എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിലും ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ഇട്ടിരുന്നു. ഈ പണമെല്ലാം ഇപ്പോഴും ഹൈറിച്ച് മുതലാളി പ്രതാപനും സീനക്കും ജയ് വിളിക്കുന്ന ആളുകളുടെ പണമാണ്. അത് തിരികെ കിട്ടാനുള്ള നിയമപരമായ മാർഗങ്ങളിൽ അവരിൽ പലരും പോകുന്നുമില്ല. അവരെ പറഞ്ഞ് പറ്റിക്കാനും പേടിപ്പിക്കാനും ഇപ്പോൾ പ്രതാപനും ലീഡർമാരും കുറച്ച് യൂട്യൂബർമാരെ കൂലിക്ക് വെച്ചിട്ടുമുണ്ട്. ഹൈറിച്ച് തട്ടിപ്പിനെതിരെ സംസാരിക്കുന്നവരെ കേസിൽപ്പെടുത്തും എന്നൊക്കെയാണ് കാശ് പോയ ഇവരുടെ ഇപ്പോഴത്തെ പുതിയ വെല്ലുവിളികൾ. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത 15 കേസുകളിൽ തന്നെ 1157 കോടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ MJ സന്തോഷ് കോടതിയിൽ അറിയിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ MJ അസിസ്റ്റന്റ് ഡയറക്ടർ G ശ്രീനിവാസ റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. തട്ടിയെടുത്ത പണം ഡിജിറ്റൽ കറൻസി ആക്കിയതിനാൽ ഡിജിറ്റൽ ഫോറൻസിക് കുറ്റാന്വേഷണ വിദഗ്ധരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും. അപ്പോഴും ഹൈറിച്ച് ദൈവത്തിൻ്റെ കമ്പനിയാണെന്നും പാവങ്ങളുടെ അന്നമാണെന്നുമുള്ള കരച്ചിൽ തീരുന്നുമില്ല. ഹൈറിച്ച് തട്ടിപ്പ് കമ്പനിയാണെന്ന് പ്രതാപനും ലീഡർമാർക്കും വരെ നന്നായി അറിയാം. ഇക്കാര്യം അറിയാത്തത് അല്ലെങ്കിൽ അറിയാത്ത പോലെ നടിക്കുന്നത് വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള കുറേ ആളുകളാണ്. അവരുടെ കഞ്ഞിയിലോ ചോറിലോ ഒക്കെ അനിലക്കരയും വത്സനും നെഗറ്റീവ് പറയുന്നവരും ചേർന്ന് മണ്ണ് വാരിയിട്ടു എന്നാണ് സ്ഥിരം കേൾക്കുന്ന കരച്ചിൽ. ഹൈറിച്ച് മണി ചെയിനിൽ പണം നിക്ഷേപിച്ചാൽ 10 മടങ്ങ് വരെ ലാഭമാണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ED പറയുന്നുണ്ട്. വ്യാജ HR ക്രിപ്റ്റോ കറൻസിയിൽ പണം നിക്ഷേപിച്ചാൽ 15% ഇൻസെൻറ്റീവും 500% വാർഷിക ലാഭവിഹിതവും വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നവർക്ക് പുതിയ അംഗങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ 30% കമ്മീഷനും വാഗ്ദാനം ചെയ്തിരുന്നു. ഇതേ രീതിയിൽ വ്യാജമായി തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമകൾക്ക് പണം മുടക്കുന്നവർക്ക് 10 ഇരട്ടി ലാഭവും വാഗ്ദാനം ചെയ്തു. OTT പ്ലാറ്റ്ഫോമിന് 10 ലക്ഷം വരിക്കാരുണ്ടെന്നും വ്യാജമായി കാണിച്ചിരുന്നു. സാധാരണക്കാരെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ പറ്റിക്കാനാണ് ഹൈറിച്ച് പലചരക്ക് ഷോപ്പ് തുടങ്ങിയത്. ഇതിൽ അംഗങ്ങളാവുന്നവർക്ക് പലചരക്ക് സാധനങ്ങൾക്ക് 30% വിലക്കുറവ് വാഗ്ദാനം ചെയ്തിരുന്നു. 800 രൂപയായിരുന്നു അംഗത്വ ഫീസ്. അംഗങ്ങളെ ചേർക്കുന്നവർക്ക് കമ്മീഷനും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം അടിച്ചുമാറ്റിയ പണം ഇപ്പോൾ ഉള്ളത് ഈ അക്കൗണ്ടുകളിലാണ്. റിയാസിൻ്റെ അക്കൗണ്ടിൽ 18.26 കോടി രൂപ, രാഹുൽ ഗന്ധരാജ് നെർക്കാർ 10.06 കോടി രൂപ, രാജ്കുമാർ മാൻഹർ 7.96 കോടി, KR ദിനുരാജ് 5.97 കോടി, സുരേഷ് ബാബു 5.35 കോടി. ഞങ്ങൾക്ക് ജീവിക്കണം, ഹൈറിച്ച് തുറക്കണം എന്ന് വലിയ വായിൽ കരയുന്നവർ അറിയണം, ഇനി ഈ മണി ചെയിൻ കമ്പനി തുറക്കില്ല. നിങ്ങൾ എന്തൊക്കെ പ്രചാരണം നടത്തിയാലും മണി ചെയിൻ പോലുള്ള ഒരു രാജ്യദ്രോഹം ഈ നാട്ടിൽ ഇനി നടക്കില്ല. വേറെ പേരിലും രൂപത്തിലും ഇനിയും ഇത് വന്നേക്കാം. പക്ഷേ ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ അതോടെ ആ കമ്പനി എന്നേക്കുമായി അടച്ചുപൂട്ടും. അതായത് ഇനിയൊരു തിരിച്ചുവരവ് ഹൈറിച്ചിനില്ല. പ്രമുഖ ലീഡർ ജിനിൽ ഒക്കെ പുതിയ തട്ടിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സ്വിഫ്റ്റ് ഡിഫി അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. മണി ചെയിൻ ഇല്ലാതെ ജീവിക്കാനാകാത്തവർക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. ഏറിപ്പോയാൽ ഒരു 6 മാസം. അത് കഴിയുമ്പോൾ അവിടെ നിന്നും ഈ കൂട്ടക്കരച്ചിൽ ഉയരും എന്നത് ഉറപ്പാണ്. ഇതുപോലെ പണം പോയ കുറേ പേർ അവിടെയും ഉണ്ടാകും. അപ്പോഴും കേസുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജിനിലും ടീമും അടുത്ത തട്ടിപ്പുമായി വീണ്ടും രംഗത്ത് വരും. ഇനി ഹൈറിച്ചിലെ ശ്രീന മാഡത്തിൻ്റെ ഒരു പുതിയ വോയിസ് കേൾക്കാം. നേരത്തെ ഹൈറിച്ചിൽ ലീഡറായിരുന്ന, എന്നാൽ ഇത് മണി ചെയിൻ ആണെന്നറിഞ്ഞപ്പോൾ അത് നിർത്തുകയും പണം തിരികെ ചോദിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്ത ഒരാളെ ശ്രീന ഭീഷണിപ്പെടുത്തുകയാണ്. ഹലോ ഹലോ, ഇത് നികേഷ് അല്ലേ? ഇതാരാണ്? ഇത് നികേഷ് ആണോ? ഇതാരാണ്? പറഞ്ഞോ. ഞാന് ശ്രീനയാണ്. ആര്? ശ്രീനയാണ്. ശ്രീന. ശ്രീന. എന്താണ് ശ്രീന? പറഞ്ഞോ. ശ്രീന മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല. പറഞ്ഞു. ഏത് ശ്രീനാണ്? ഹൈറിച്ചിൽ വർക്ക് ചെയ്യണ നികേഷ് അല്ലേ? അതെ അതെ അതെ. ഹൈറിച്ചിൽ വർക്ക് ചെയ്യുന്നില്ല, ഹൈറിച്ചിൽ നമ്മളെ പറ്റിച്ചത്. ഹൈറിച്ച് എവിടെയാ പറ്റിച്ചത്? നിങ്ങൾ തന്നെ ഹൈറിച്ച് ക്ലോസ് ആണോ? ഹൈറിച്ച് പൈസ തന്നിട്ടില്ലേ? നിങ്ങൾ ഉടായിപ്പല്ലേ? നിങ്ങൾ ലോക ഉടായിപ്പല്ലേ? അല്ല,
അല്ല ഒരു കാര്യം ചോദിച്ചു, ഞങ്ങള് കൂടായ്പാണെങ്കിൽ ഞങ്ങള് കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ആവണ വരെ നികേഷിന്റെ പൈസ തന്നിട്ടില്ലേ? നമ്മളെ പൈസ വാങ്ങിച്ച് നമുക്ക് തരുന്നത് എങ്ങനെയാണ്? നമ്മളെ പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ തരുന്നല്ലേ? നിങ്ങളുടെ പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെ 100 രൂപ നമ്മളെ 13.5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ആഴ്ചക്ക് 100 രൂപ തരുന്നതാണോ? ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യത്തിനല്ല മികേഷ്, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യത്തിനല്ല. ആ മികേഷ് തയ്യാറിട്ട് കൊടുത്തിട്ടില്ലേ കയറിച്ചിനെതിരെ? ആ എനിക്ക് ആ പേന്റെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണമായിരുന്നു. അതെന്തിനാണ്? ആ ഫോണില് മികേഷ് പറഞ്ഞിട്ടുള്ള ഒരു വലിയ കള്ളത്തരണ്ട്. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് മികേഷിന് പൈസ കിട്ടിയിട്ടില്ലാന്ന്. ഞങ്ങള് അക്കൗണ്ട് സ്റ്റാറ്റസ് എടുത്ത് നോക്കിയപ്പോ 6 ലക്ഷത്തി സംതിങ് മികേഷിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, ബാങ്ക് ത്രൂ തന്നെ. അപ്പൊ പിന്നെ എന്തിനാ മികേഷ് അങ്ങനെ ഒരു കള്ളത്തരം എഴുതിട്ട് കേസ് കൊടുത്തിരിക്കണേ, കാശ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്? എങ്ങനെ കാശ് കിട്ടി? നിങ്ങൾ തട്ടിപ്പല്ല, നിങ്ങൾ മണി ചെയിൻ അല്ലേ നടത്തുന്നത്? നിങ്ങൾ ഒരു മിനിറ്റ്, ഈ ആൾക്കാരുടെ കോടികൾ വാങ്ങിച്ചിട്ട് നിങ്ങളെ മോളിയും മോൻ്റെയും ഈ പ്രതാപന്റെയും ശ്രീനാന്റെയും എല്ലാം പേരിൽ FD ഇടലാണോ നിങ്ങളെ ബിസിനസ്? നീ എന്നെ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ ശ്രീന? നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്താണ് പറഞ്ഞത്? എന്നിട്ട് നാഷണൽ പ്രൊമോട്ടർ ആക്കാന്ന് പറഞ്ഞിട്ട് അവര് നിനക്ക് ഓഫർ വെച്ചു പറഞ്ഞിട്ടാണ് ഈ ഐഡിയ അടിച്ചു തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. നിനക്ക് നാഷണൽ പ്രൊമോട്ടർ ആക്കാൻ കമ്പനി സമ്മതിക്കലില്ല എന്ന് കണ്ടിട്ടല്ല നീ കമ്പനിക്കെതിരെ കേസ് കൊടുത്തത്? ഒരു ഒലക്കല്ല. നിങ്ങൾ ഏറ്റവും മണി ചെയിൻ നടത്തി നാട്ടുകാരെ പറ്റിക്കുന്നതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്. മണി ചെയിൻ നടത്തി ഫിജീഷും അതുപോലെ ഈ ടീമും മണി ചെയിൻ നടത്തിയ നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരെ പൈസ മൂഞ്ചിക്കുന്നതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്, വേറൊന്നുമല്ല കേട്ടോ. ഒരു നാഷണൽ പ്രൊമോട്ടർ ആക്കണമെന്ന് ഒരു ഇതും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ല. നീ അയച്ച വോയിസ് എൻ്റെ അടുക്കുന്നുണ്ട്. എൻ്റെ 10 ലക്ഷം രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് തന്നോ? ഇട്ടോ, എല്ലാം ഇട്ടോ. നിന്റെ വോയിസ് എൻ്റെ അടുക്കുന്നുണ്ട്. നിന്റെ വോയിസ് എൻ്റെ അടുക്കുന്നുണ്ട് കേട്ടോ. നിന്റെ വോയിസ് നീ എൻ്റെ 10 ലക്ഷം രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുള്ള വോയിസ് എൻ്റെ അടുക്കുന്നുണ്ട്. നീ സുമിത്തിനോടും ദിൻരാജിനോടും സംസാരിച്ച വോയിസ് എൻ്റെ അടുക്കുന്നുണ്ട്. പ്രതാപനെ ഞാൻ വിളിച്ച വോയിസ് എൻ്റെ അടുക്കുന്നുണ്ട് കേട്ടോ. പ്രതാപനെ ഞാൻ വിളിച്ച വോയിസ് എൻ്റെ അടുക്കുന്നുണ്ട്. ജനുവരി 5-ാം തീയതി പ്രതാപൻ എനിക്ക് നമ്മൾ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, അതെൻ്റെ അടുക്കുന്നുണ്ട്.